അസ്സലാമു അലൈക്കും. ഞാൻ കുവൈത്തിൽ നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കുവൈത്തിൽ നിന്നിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന കാസർഗോഡ് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് 13 വർഷമായിട്ട് പണി തുടങ്ങിയിട്ടും അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്നെ കൊണ്ട് ഇത് സംസാരിപ്പിക്കുന്നത് ഖാദർ കരിപ്പൊടി ഈ വിഷയത്തോട് കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയും ഈ വിഷയത്തോട് കാണിച്ചിട്ടുള്ള സത്യസന്ധതയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇന്ന് ഞാൻ സംസാരിക്കുന്നതിന് ഇടവരുന്നത്. 13 വർഷം മുമ്പ് തറക്കല്ലിട്ട് 2018 നിർമ്മാണം ആരംഭിച്ച മെഡിക്കൽ കോളേജ് 2026 ആയിട്ടും പണി പൂർത്തിയായിട്ടില്ല. വെറും 3 മാസങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിൽ വെറും അക്കാദമിക് ബ്ലോക്ക് മാത്രം ഓപ്പൺ ചെയ്യുക, ഹോസ്പിറ്റൽ ബ്ലോക്ക് ഇല്ലാണ്ടിരിക്കുക, ഹോസ്റ്റൽ സൗകര്യം ഇല്ലാണ്ട് നിൽക്കുക. ഒരു MBBS പാസ്സാവാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി എന്തെല്ലാം കടമ്പകൾ കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് ചിന്തിക്കണം. അധികവും ലോ ക്ലാസ് ഫാമിലിയിലില്ല, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ബുദ്ധി കൊണ്ട് മാത്രം പാസ്സായി വരുന്ന ഈ നീറ്റ് പോലുള്ള എക്സാമുകൾ എഴുതിയിട്ട് വരുന്ന ഒരു സ്ഥലത്ത്, ഇത് പഠിക്കേണ്ട ഒരു സ്ഥലത്ത് ഇതിന് വേണ്ട ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻസും ഇല്ലാണ്ട് വെറും അക്കാദമിക് ബ്ലോക്ക് മാത്രം ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കാത്തത്? എന്തുകൊണ്ടാണ് അതൊരു ഭൂതാലയം പോലെ നിലനിൽക്കുന്നത്? ഇതിൽ ശരിക്കും മംഗലാപുരത്തില്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പണം വിഴുങ്ങുകളുടെ കൈയില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും ഇവരും തമ്മിൽ യോജിച്ചിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് നമുക്ക് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം കാസർഗോഡ് ജില്ലയിലെ പല ആളുകളും ആശ്രയിക്കുന്നത് മംഗലാപുരത്തുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെയാണ്. എന്തുകൊണ്ട്? അവർക്ക് പിന്നെ പെരിയാരത്തേക്ക് പോകണം, പെരിയാർ അവർക്ക് ലോങ് ആണ്. പിന്നെ അത് മാത്രമല്ല, നാട്ടിലുള്ള പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും സജസ്റ്റ് ചെയ്യല് നിങ്ങൾ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയിക്കോ, പെരിയാരത്തേക്ക് കൊണ്ടുപോകണ്ടെന്നുള്ള രീതിയിലാണ് സജസ്റ്റ് ചെയ്യല്. ഇതെല്ലാം വരുന്നത് വെച്ചാൽ ഒരു ലൂപ്പാണ്. ഈ ഒരു ലൂപ്പിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടൽ അസാധ്യമാണ്. പിന്നൊന്ന്, മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ചികിത്സിച്ചിട്ട് ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ് ആയി, ഇപ്പൊ എന്റെ അവസ്ഥ എടുക്കാം. ഞാനൊരു മിഡിൽ ക്ലാസ്സുകാരനാണ്. എന്റെ ഫാമിലിയിൽ ഒരു പ്രശ്നം വന്നിട്ട് ഞാൻ ഒരാൾ ഹോസ്പിറ്റലിൽ മംഗലാപുരത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കടം തീരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എന്റെ ഫ്യൂച്ചർ ത്യജിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെയുള്ള പല ആളുകളുണ്ട്. അവർക്ക് അവരുടെ ഫ്യൂച്ചർ നഷ്ടപ്പെടുന്നതാണ്. ആ ഒരു സ്ഥാനത്ത് അവർക്ക് നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യകതയുള്ള ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം 13 വർഷമായിട്ട് ചെലിക്കാണ്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിൽ നല്ല കറുത്ത കൈകൾ ഉണ്ടെന്ന് സംശയിക്കേണ്ടതിരിക്കുന്നു. ഉദാഹരണമാണെങ്കിൽ ഒന്നും വേണ്ട, കൊറോണ കാലത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ കാഞ്ഞങ്ങാട് നീ ഒരു അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മംഗലാപുരത്തേക്ക് അയക്കുമ്പോൾ മംഗലാപുരത്ത് കർണാടക പോലീസ് ഹോസ്പിറ്റലിലേക്ക് വിടുന്നില്ല. എന്തിന്? നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു ബിൽഡിംഗ് നമ്മളവിടെ പണിത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിന് നമ്മൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്? എന്തുകൊണ്ട് നമ്മൾ ഇത്രയും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നമ്മൾ പൈസ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നത്? നമ്മൾ നികുതി അടച്ചിട്ട് നമ്മളൊരു ഗവൺമെന്റിനെ ഉണ്ടാക്കിയിട്ട് അവർ നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിനെ കൊണ്ടുള്ള ഗുണം? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നെ പോലെ നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയേണ്ട സാഹചര്യം അടുത്ത് വന്നിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ എൻ്റെ നാട്ടിലില്ല, കാസർഗോഡില്ല. എനിക്കതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. 27/1/2026 ഖാദർ കരിപ്പൊടിന്റെ നേതൃത്വത്തിൽ